അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാനം നിറഞ്ഞ മുഅ്മിനീങ്ങളെ, പരിശുദ്ധ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ പുണ്യ റബീഇൻ്റെ ദിനരാത്രങ്ങൾ നമ്മിലേക്ക് സമാഗതമായിരിക്കുകയാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള ഇഷ്കും പ്രേമവും വർദ്ധിപ്പിക്കാൻ ആവശ്യമായിരിക്കുന്ന സൽക്രമങ്ങളും പ്രവർത്തനങ്ങളും ഈ പരിശുദ്ധമായ റബീഉൽ അവ്വലിൻ്റെ ദിനരാത്രങ്ങളിൽ നാം ചെയ്തുകൊണ്ട് ആ നിബിധങ്ങളിലേക്ക് കൂടുതൽ അടുക്കാൻ നാം ഓരോരുത്തരും തയ്യാറാവേണ്ടതുണ്ട്. നാഥൻ നമുക്കതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്തുള്ള സർവ്വചരാചരങ്ങളെക്കാളും വലിയ സ്ഥാനമാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നൽകിയത്. നിബിതങ്ങളുടെ കുടുംബ പരമ്പര ഖുറൈശി ഗോത്രത്തിനും അല്ലാഹു തആല ആ രീതിയിലുള്ള ഒരു വലിയ പവിത്രതയാണ് നൽകിയിരുന്നത്. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെയും ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെയും സന്താന പരമ്പരയിൽ ഫിഹ്ർ ഇബ്നു മാലിക് എന്നവരുടെ സന്താന പരമ്പരക്കാണ് ഖുറൈശികൾ എന്ന് പറയുന്നത്. ആ ഖുറൈശികൾക്കാണ് അല്ലാഹു തആല വലിയ പ്രതാപവും വലിയ സ്ഥാനങ്ങളും അല്ലാഹു നൽകിയിട്ടുള്ളത്. ഇബ്രാഹിം നബിക്കും ഇസ്മായിൽ നബിക്കും ശേഷം മക്ക നഗരത്തെ ഒരു വലിയ നഗരമാക്കി മാറ്റുന്നതിൽ അനൽപമായ പങ്കുവഹിച്ചത് ഈ ഖുറൈശി ഗോത്രക്കാരനായ ഖുസയ് ഇബ്നു കിലാബായിരുന്നു. അദ്ദേഹമാണ് മക്ക നഗരത്തെ വളരെ പ്രൗഢമായി നല്ല രീതിയിൽ ഭരണം നടത്തുകയും അവിടെയുള്ള പ്രദേശങ്ങളെ ആളുകൾക്കിടയിൽ തർക്കങ്ങളോ കലഹങ്ങളോ മറ്റുള്ള പ്രതിസന്ധികളൊന്നുമില്ലാതെ കൃത്യമായി വിഭജിച്ച് നൽകുകയും അവിടെയുള്ള അധികാരങ്ങളെ കൃത്യമായി ആളുകൾക്കിടയിൽ വിഭജിച്ച് നൽകുകയും ഉത്തരവാദിത്തങ്ങളെ മറ്റുള്ളവർക്ക് കൃത്യമായി വകവെച്ച് നൽകുകയും ചെയ്തത് ഖുസയ് ഇബ്നു കിലാബായിരുന്നു. അറബികൾ വളരെ പ്രാധാന്യത്തോടെ കണ്ടിരുന്ന, അവർ വലിയ ബഹുമാനത്തോടുകൂടെ ആദരിച്ചിരുന്ന ഒരു പ്രധാന ഗേഹമാണ് കഅബ. ആ കഅബയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാൻ, ആ കഅബയ്ക്ക് വേണ്ട പ്രവർത്തനങ്ങൾ നിർവഹിക്കാൻ അവസരം ലഭിക്കുക എന്നുള്ളത് അറബികൾ ഏറെ ബഹുമാനത്തോടുകൂടെയും ഏറെ മഹിമയോടും കണ്ടിരുന്ന പ്രവർത്തനമായിരുന്നു. എന്നാൽ അതിനുള്ള അവസരങ്ങൾ ലഭിച്ചത് ഈ ഖുറൈശികൾക്കായിരുന്നു. അവിടെയുള്ള അവിടേക്ക് വരുന്ന ഹജ്ജാജിമാരെ പരിഗണിക്കാൻ, കഅബയുടെ സേവന പ്രവർത്തനങ്ങൾ, അതിൻ്റെ ചുറ്റുപാട് നടത്തേണ്ട പ്രവർത്തനങ്ങൾ നിർവഹിക്കുന്നതൊക്കെ ഖുറൈശികളായിരുന്നു. ആ രീതിയിൽ ഖുറൈശികൾ കഅബയെ ബഹുമാനിച്ചിരുന്നു, അതിനുവേണ്ട പ്രവർത്തനങ്ങളൊക്കെ നടത്തിയിരുന്നു. ഖുറൈശികളുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ കഅബയോട് വലിയ ബഹുമാനമുണ്ടായിരുന്നു, വലിയൊരു വിശ്വാസമുണ്ടായിരുന്നു. ആ വിശ്വാസമാണ് അബ്ദുൽ മുത്തലിബിൻ്റെ നാവിലൂടെ അബ്രഹത്തിൻ്റെ മുമ്പിൽ പൊട്ടി വീണത്. അബ്രഹത്തും സംഘവും കഅബയെ നശിപ്പിക്കാൻ വേണ്ടി വന്ന സമയത്ത് അബ്ദുൽ മുത്തലിബിൻ്റെ 200ഓളം കുതിരകളെ അബ്രഹത്ത് പിടിച്ചടക്കിയപ്പോൾ അത് ചോദിക്കാൻ വേണ്ടി ചെന്ന അബ്ദുൽ മുത്തലിബ്, എൻ്റെ 200 കുതിരകൾ നിങ്ങൾ തിരിച്ചു തരണമെന്ന് പറഞ്ഞപ്പോൾ അബ്രഹത്ത് അവിടെ നിന്ന് തിരിച്ചു ചോദിക്കുന്നുണ്ട്, നീ ഇപ്പോൾ നിൻ്റെ 200 കുതിരകളെ ചോദിച്ച് അന്വേഷിച്ചിട്ടാണോ നീ ഇങ്ങോട്ട് വരുന്നത്? നിൻ്റെയും നിൻ്റെ പ്രപിതാക്കന്മാരും വളരെ ബഹുമാനത്തോടെ കണ്ടിരുന്ന കഅബയെ ഞങ്ങൾ തച്ചു തകർക്കാൻ പോവുകയാണ്, അതിനെക്കുറിച്ച് നീ ചിന്തിക്കുന്നില്ലേ എന്ന് ചോദിച്ചപ്പോൾ അബ്ദുൽ മുത്തലിബ് അവിടെ നിന്ന് പറഞ്ഞു, ഞാൻ ഈ 200 കുതിരകളുടെ ഉടമസ്ഥനാണ്, അതിനെ സംരക്ഷിക്കലാണ് എൻ്റെ ഉത്തരവാദിത്വം. കഅബ അതിൻ്റെ ഒരു ഉത്തരവാദിത്വം ഏറ്റെടുത്ത് അതിൻ്റെ ഒരു ഉടമസ്ഥനുണ്ട്, ആ ഉടമസ്ഥൻ അതിനെ സംരക്ഷിക്കുമെന്ന് പറഞ്ഞ് ആ കഅബയിൽ വലിയൊരു വിശ്വാസം അർപ്പിച്ച ആളുകളായിരുന്നു ഖുറൈശികൾ എന്ന് പറയുന്നത്. ഖുറൈശികൾ അവരുടെ മറ്റൊരു പ്രത്യേകതയാണ് കുടുംബമഹിമ എന്നുള്ളത്, ഗോത്രമഹിമ എന്നുള്ളത്. തൻ്റെ ഗോത്രത്തിൻ്റെ എതിരെ വരുന്ന എല്ലാ ആരോപണങ്ങൾക്കും അതിനെതിരെ വരുന്ന എല്ലാ പ്രതിസന്ധികൾക്കും കൃത്യമായി തരണം ചെയ്യാൻ ഖുറൈശികൾ സന്നദ്ധരായിരുന്നു. അതിനെ തരം താഴ്ത്തുന്ന ആളുകളോട്, അതിനെതിരെ അപഹാസ്യ പ്രയോഗങ്ങൾ നടത്തുന്നവരോട് കൃത്യമായി ഇടപെടുകയും അവർക്ക് വേണ്ട രീതിയിൽ മറുപടി നൽകുകയും ചെയ്യുന്നവരായിരുന്നു ഖുറൈശികൾ. തൻ്റെ ഗോത്രത്തിൻ്റെ മഹിമക്ക് കോട്ടം തട്ടുന്ന ഒരു പ്രവർത്തനവും നടത്താതെ തൻ്റെ ഗോത്രത്തിനും തൻ്റെ കുടുംബത്തിനും വലിയ സ്ഥാനമാനങ്ങൾ നൽകുന്ന, അതിൻ്റെ പുരോഗതിക്കാവശ്യമായ എല്ലാ പ്രവർത്തനത്തെയും പ്രോത്സാഹിപ്പിക്കുകയും അതിനുവേണ്ടി എല്ലാ രീതിയിലും ജീവൻ പോലും സമർപ്പിക്കാൻ തയ്യാറായവരായിരുന്നു
ഖുറൈശികൾ എന്നുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 35-ാം വയസ്സിൽ നടന്ന ഒരു സംഭവമുണ്ടായിരുന്നു. കഅബയെ പുനർനിർമ്മിക്കുന്ന വേളയിൽ ഹജറുൽ അസ്വദിനെ അതിൻ്റെ യഥാസ്ഥാനത്തേക്ക് വെക്കുന്നതുമായി ബന്ധപ്പെട്ട് വലിയൊരു തർക്കം നടന്നിരുന്നു. ആ ഒരു സാഹചര്യം രക്തരൂക്ഷിതമായ കലുഷിതമായ ഒരു യുദ്ധ സാഹചര്യത്തിലേക്ക് വരെ കൊണ്ടെത്തിക്കുകയുണ്ടായി. എന്തായിരുന്നു ഇതിന് കാരണം? ആ ഹജറുൽ അസ്വദ് ആരാണ് അവിടെ സ്ഥാപിക്കേണ്ടത് എന്ന വിഷയത്തിൽ ഒരു തർക്കമായിരുന്നു. എന്തിനാണ് അവർ അങ്ങനെ തർക്കിച്ചത്? ആ ഒരു കഅബയുടെ നിർമ്മാണം കഴിഞ്ഞ് വർഷങ്ങൾക്കിപ്പുറം ഹജറുൽ അസ്വദ് ആ സ്ഥാനത്ത് പ്രതിഷ്ഠിച്ചത്, ആ സ്ഥാനത്ത് വെച്ചത് അത് ഞങ്ങളുടെ കുടുംബമാണ്, ഞങ്ങളുടെ ഗോത്രമാണ് എന്ന് പറയുമ്പോൾ ആ പറച്ചിലിൽ വലിയ ഒരു അഭിമാനം കണ്ടിരുന്ന, ആ പറച്ചിലിൽ വലിയൊരു മഹിമ കണ്ടിരുന്ന ആളുകൾ ആ മഹിമ ലഭിക്കുന്നതിന് വേണ്ടി, അത് തങ്ങളുടെ ഗോത്രത്തിന് ലഭിക്കുന്നതിന് വേണ്ടി എല്ലാ അർത്ഥത്തിലും പ്രവർത്തിക്കുകയും ചെയ്തതുകൊണ്ടാണ് ആ ഒരു സംഘർഷത്തിനുള്ള ഒരു സാഹചര്യം പോലും അവിടെ ഉണ്ടായത്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൃത്യമായ ഇടപെടലിലൂടെ, നീതിയുക്തമായ പ്രവർത്തനത്തിലൂടെ ആ സംഘർഷമില്ലാത്ത രീതിയിൽ അവിടെ പരിഹാരം കാണാൻ സാധിച്ചു. ഗോത്രത്തിന് വേണ്ടി എല്ലാം സമർപ്പിച്ച ആളുകളായിരുന്നു ഖുറൈശികൾ. അതിനുവേണ്ടിയാണ് അവരുടെ ഗോത്രത്തിൽ കവികൾ പോലും അതിനുവേണ്ടി സന്നദ്ധരായി, അതിനുവേണ്ടി അവരുടെ സമയങ്ങളൊക്കെ മാറ്റിവെക്കുകയും തൻ്റെ ഗോത്രത്തിനെതിരെ, തൻ്റെ കുടുംബത്തിനെതിരെ അസഭ്യം പറയുന്നവരോട്, അതിനെ അവഗണിക്കുന്നവരോട്, അതിനെ തരം താഴ്ത്തുന്നവരോട് കൃത്യമായ മറുപടി കൊടുക്കുകയും നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ അതിന് കൃത്യമായ മറുപടി നൽകിയവരായിരുന്നു ഖുറൈശികൾ. മക്കയിലെ മറ്റുള്ള ഗോത്രങ്ങളിൽ നിന്ന് ഖുറൈശികൾ പൊതുവായും അവരുടെ സാമ്പത്തിക സ്രോതസ്സായി അവരുടെ സാമ്പത്തിക പുരോഗതിക്ക് വേണ്ടി കണ്ടിരുന്നത് കച്ചവടങ്ങളെയായിരുന്നു. ഉഷ്ണകാലത്തും ശൈത്യകാലത്തും സിറിയയിലേക്കും യമനിലേക്കും അവർ കച്ചവടാവശ്യാർത്ഥം യാത്ര ചെയ്യുമായിരുന്നു. ആളുകൾക്ക് ആവശ്യമായിരിക്കുന്ന കച്ചവട സാധനങ്ങൾ നിർമ്മിക്കുകയും അതിനെ കൃത്യമായി എത്തിച്ചു കൊടുക്കുകയും ചെയ്തിരുന്നു. ഹജ്ജിൻ്റെ വേളയിൽ ഹജ്ജിൻ്റെ മാസത്തെ ബഹുമാനിക്കുകയും അവിടെ തടിച്ചുകൂടുന്ന ആളുകൾക്ക് വേണ്ട എല്ലാ സാമഗ്രികളും അവരവിടെ ഒരുമിച്ച് കൂട്ടി ഹറമിൻ്റെ ചുറ്റുപാടങ്ങളിൽ അവർ കച്ചവടാവശ്യാർത്ഥമുള്ള ടെൻറ്റുകൾ കെട്ടി വ്യാപാരങ്ങൾ നടത്തുകയും ആളുകളിലേക്ക് ആ സാധനങ്ങളൊക്കെ എത്തിച്ചു കൊടുക്കുകയും അതിലൂടെ സാമ്പത്തികമായ ലാഭം കൊയ്യുന്നവരുമായിരുന്നു അവർ. ആ കിട്ടുന്ന സമ്പത്ത് കൊണ്ട് സുഖലോലുപതന്മാരായി ജീവിച്ചവരായിരുന്നു. വളരെ പ്രതാപത്തോടുകൂടെയും വളരെ പ്രൗഢിയോടുകൂടെയും സമൂഹത്തിൻ്റെ മുമ്പിൽ തല ഉയർത്തി ജീവിച്ചവരായിരുന്നു ഖുറൈശികൾ. എന്നാൽ അങ്ങനെ ജീവിക്കുമ്പോൾ പോലും തൻ്റെ ഗോത്രത്തിൽ പ്രയാസം അനുഭവിക്കുന്നവരുടെ, അവശത അനുഭവിക്കുന്നവർക്ക് വേണ്ട രീതിയിലുള്ള എല്ലാ സഹായങ്ങളും ആ ഗോത്രത്തിനകത്തുള്ളവർ തന്നെ ചെയ്തു കൊടുത്തിരുന്നു എന്നുള്ളതും ഖുറൈശികളുടെ ഒരു പ്രത്യേകതയാണ്. മക്കയിലെ മറ്റുള്ള ഗോത്രങ്ങളിൽ നിന്ന് വളരെ മഹിമയാർന്ന ഗുണങ്ങളും സവിശേഷമായ സ്വഭാവങ്ങളും നേടിയെടുത്തവരായിരുന്നു ഖുറൈശികൾ. ആ ഖുറൈശികളിൽ ജാഹിലിയത്തിൻ്റെ എല്ലാ രീതിയിലുള്ള ജാഹിലിയത്തിൻ്റെ പല പ്രവണതകളും അവരിലേക്ക് കടന്നുകൂടിയിട്ടുണ്ടെങ്കിലും ഇത്തരത്തിലുള്ള പല സവിശേഷ ഗുണങ്ങളും അവരെ പിടികൂടിയിരുന്നു, അവരിൽ നമുക്ക് കാണാൻ സാധിക്കും. ആ ഖുറൈശികളിൽ തന്നെ ഏറെ പ്രധാനികളായിരുന്നു ഹാഷിമികൾ. അവർ ജാഹിലിയ കാലഘട്ടത്തിൽ ജീവിക്കുമ്പോൾ പോലും അതിൻ്റെ ഒരു അല്ലലും അലട്ടലുമില്ലാതെ, അതിൻ്റെ യാതൊരു അനാചാരങ്ങളിലും ഇടപെടാതെ കൃത്യമായി അവരുടെ ജീവിതത്തെ സംശുദ്ധമായ ജീവിതം നയിച്ചവരായിരുന്നു ഈ ഖുറൈശി ഗോത്രത്തിലെ ഹാഷിമികൾ. ആ ഹാഷിം വംശത്തിലാണ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജന്മം കൊള്ളുന്നത്. ആ നബിതങ്ങളാണ് അവർക്ക് വേണ്ടി അവരിൽ വന്നുപോയ ദുരാചാരങ്ങളെ, അവരുടെ ജീവിതത്തിൽ വന്നുപോയ പാപപ്പിഴവുകളെ ചൂണ്ടിക്കാണിച്ച് പരിശുദ്ധമായ ഇസ്ലാമിൻ്റെ നേർമാർഗത്തിലേക്ക് അവർക്ക് വഴി നടത്താൻ വന്നപ്പോഴാണ് ആ പ്രവാചകനെ സ്വന്തം കുടുംബത്തിൽപ്പെട്ട ആളായിട്ട് പോലും നബിതങ്ങളെ അവഗണിക്കുകയും നബിതങ്ങളെ പുച്ഛത്തോടെ തള്ളിമാറ്റുകയും നബിതങ്ങൾക്കെതിരെ എല്ലാ പ്രവർത്തനങ്ങളും ഗൂഢമായി ആസൂത്രണം ചെയ്തുകൊണ്ട് നബിതങ്ങളെ വധിക്കാൻ വരെ തയ്യാറായത് ഈ സ്വന്തം കുടുംബത്തിൽപ്പെട്ട ആളുകളായിരുന്നു. ഇത്തരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരിൽ വന്ന തിന്മകളെ, അവരിൽ വന്ന് ഭവിച്ച ജാഹിലിയത്തിൻ്റെ പ്രവണതകളെ തുടച്ചു നീക്കാൻ ശ്രമിച്ചപ്പോൾ അവരിലുണ്ടായ വികാരങ്ങളെ ഇളക്കിവിടുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇസ്ലാമിൻ്റെ ശാദ്വലമായ തീരത്തിലേക്ക് അവരെ ക്ഷണിക്കുകയും ചെയ്തപ്പോൾ അവർ നബിതങ്ങളെ അവഗണിക്കുകയായിരുന്നു. നബിതങ്ങൾക്കെതിരെ പ്രയാസത്തിൻ്റെയും പ്രതിസന്ധികളുടെയും അലമാലകൾ കലക്കെ, കൊടുങ്കാറ്റ് കണക്കെ അവർ നബിതങ്ങൾക്കെതിരെ പ്രയോഗിക്കുകയായിരുന്നു. ഈ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്
ഈ ഉമ്മത്തിന് വേണ്ടി, ഈ സമൂഹത്തിന് വേണ്ടി ഇത്തരത്തിൽ ആ സമൂഹത്തിനെ സമുദ്ധരിക്കാൻ വന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, ആ തങ്ങളെയാണ് ഈ രീതിയിലൊക്കെ സുജൂദിൽ കിടക്കുന്ന നേരത്ത് പോലും ഒട്ടകത്തിൻ്റെ ചീഞ്ഞളിഞ്ഞ കുടമാലകൾ കൊണ്ടുവന്നിട്ട് നബി തങ്ങളെ പ്രയാസപ്പെടുത്തിയത് അവരായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇസ്ലാമിൻ്റെ സന്ദേശവുമായി കടന്നു വന്നപ്പോഴും നബി തങ്ങൾക്ക് സമാശ്വാസം പകർന്നവരിൽ ഖുറൈശികളിൽ ആളുകളുണ്ടായിരുന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള ആളുകളൊക്കെ ആ രീതിയിൽ ഖുറൈശികളിൽ നിന്ന് തന്നെ പരിശുദ്ധമായ ഇസ്ലാമിൻ്റെ ശാദ്വലമായ തീരത്തിലേക്ക് കടന്നു വന്ന ആളുകളായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കുള്ള ആ മഹിമയും സ്ഥാനവും ആ നബി തങ്ങൾ ആ ഖുറൈശികൾക്ക് നൽകിയ പ്രത്യേകതയും ഇന്നും നിലനിൽക്കുന്നുണ്ട്. ഇന്നും വിദേശ രാജ്യങ്ങളിൽ, ഇന്നും കഅബയുടെ പരിപാലനങ്ങളിൽ അനൽപമായ പങ്കുവഹിക്കുന്നത് ഈ ഖുറൈശി ഗോത്രങ്ങളാണ്. ആ ഖുറൈശികളാണ്, ആ നബി തങ്ങളുടെ കുടുംബ പാരമ്പര്യമുള്ളവരാണ് നമുക്ക് നേതൃത്വം നൽകുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ച് കൂടുതൽ പഠിക്കുവാനും അവിടുത്തെ സ്നേഹം കരഗതമാക്കുവാനും മുഹബ്ബീങ്ങളിലും ചേർക്കുവാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. വാഖിറു ദഅവതി അൽഹംദുലില്ലാഹി വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.